എത്ര ദിവസമായല്ലേ മഴ തുടങ്ങിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ല. കാറ്റും മഴയൊക്കെ ആയിട്ട് മൊത്തത്തിൽ കുളമായി. ഞങ്ങളതിൽ കുറച്ച് ദിവസം ഹോസ്പിറ്റലൊക്കെ ആയിരുന്നതുകൊണ്ട് മൊത്തത്തിൽ വീടിൻ്റെ വെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി. കെട്ടിയേക്കണ ഷീറ്റൊക്കെ ലൂസായി, അതിൻ്റെ കെട്ടിയേക്കണ വള്ളികളെല്ലാം അഴിഞ്ഞു പോയി. ഇനി അതൊക്കെ ആദ്യം കൊണ്ട് കെട്ടണം. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം, ചേട്ടന് പാടില്ലാതിരിക്കണോണ്ട്. അപ്പോഴാണ് നോക്കുമ്പോൾ മഴ അകത്ത് വെള്ളം വീഴാനും ഒരു സ്ഥലം ബാക്കിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മതിൽ ചോരണുണ്ട്, ആ മതിൽ തേക്കാത്തതുകൊണ്ട് ആ സൈഡൊക്കെ നല്ലോണം ഈ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വെള്ളം അടിച്ച് ചോർച്ചയുണ്ടത് നല്ലപോലെ ഫ്രിഡ്ജിൻ്റെ പുറയിലും. പിന്നെ തുണിയൊക്കെ അകത്ത് തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അടപ്പിൻ്റെ സ്ലാവിൻ്റെ അടിയൊക്കെ ചോരണുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് കയറി ഇരുന്നാലും അറിയില്ല. അപ്പോൾ പാത്രമൊക്കെ മാറ്റി നോക്കിയപ്പോൾ നല്ലപോലെ വെള്ളം ലീക്കാവുന്നുണ്ട് മതിലിൽ നിന്ന്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വിരിച്ചിടാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് അവിടെ ഒരു കുഞ്ഞ് തവളക്കുഞ്ഞിരിക്കണേ. ഞാൻ ആദ്യം ഓർത്ത് പാമ്പാന്ന്, ഞാൻ പേടിച്ചു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണ് തവളയെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ അതിലൊരു കണക്കിന് കുത്തി ചാടിച്ച് താഴെ ഇറക്കി. ഈ വെള്ളം ഈർപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് വന്നിരിക്കുന്നുണ്ട്. ഒച്ച്, തവള, അട്ട, ഇതൊക്കെ ഒരുപാട് ഞങ്ങളുടെ വീട്ടിൽ കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിനെ കുത്തിയെടുക്കാനായിട്ട് കുറച്ച് പാട് പെട്ടു. അതിൻ്റെ വിടവിന് ഞാൻ പോകുന്നുണ്ടായില്ല. പിന്നെ ഒരു ഈർക്കിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ കുത്തി താഴെ ചാടിച്ച് താഴെ വീണിട്ടായുള്ളത് അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി പോകുമായിരുന്നു. ഇവിടെ മൊത്തം തണുപ്പല്ലേ, കണ്ട വെള്ളം മൊത്തത്തിൽ വെള്ളം. പിന്നെ ഞാൻ അതിനൊരു ഡസ്റ്റ് പാനിൽ തൂത്തുവാരി എടുത്തട്ടോ. അപ്പോൾ ഞാൻ അപ്പുറം കൊണ്ടുപോയി ചേട്ടനെയും കൊച്ചുങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്തു. ഇതേ തവളേനെ കിട്ടിയെന്നും പറഞ്ഞു. ഇവിടെയാണെങ്കിൽ അമ്മൂസും കണ്ണനൊക്കെ ഇത്രയും കുഞ്ഞ് തവളേനെ കാണുന്ന ആദ്യം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടുപേരെയും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ടോ. കൊല്ലിയൊന്നും ചെയ്തില്ല, അത് പോയിക്കോളും, അവിടെ കൂടി ഓടിപ്പോയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ പുറത്തു കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ അമ്മൂസാൻ്റെ എന്നോട് കണ്ടിട്ട് പറയും, ഇനി നമ്മുടെ വീട്ടിൽ ഇത് മാത്രം കയറാൻ ബാക്കി ഉണ്ടായല്ലെന്ന്. സത്യം കേട്ടോ, അവരങ്ങനെ പറഞ്ഞെങ്കിൽ ആ സത്യം. ഇനി തവളയും കൂടി എല്ലാം ഇനി കയറാം. ഇനി പാമ്പും തവളയും കൂടി കയറിയ തികഞ്ഞ്, അല്ലെങ്കിൽ തന്നെ വീട് നിറച്ചും അട്ടയും ഒച്ചും എല്ലാം ഉണ്ട്. ഈ ഈർപ്പം ഇങ്ങനെ നിൽക്കണതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ആകത്തുണ്ട്. പിന്നെ അവിടെ വെള്ളം വീണിടത്ത് എന്തെങ്കിലും ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഒന്നും ചെയ്ത് നടക്കില്ല. അപ്പോൾ ഞാൻ ഒരു തുണി എടുത്തിട്ട് അവിടെയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേലിൽ പേപ്പർ നിരത്തിയിട്ട് പാത്രങ്ങൾ അടക്കി വെക്കാമെന്ന് നോക്കി. പാത്രം വെക്കാൻ വേറെ സ്ഥലമില്ല, അപ്പോൾ എല്ലായിടത്തും തന്നെ വെക്കണമല്ലോ. അപ്പം ഞാനെന്ത് ചെയ്തു, ആ വെള്ളത്തിൽ ആ തുണിയിട്ട് തൂത്ത് കളഞ്ഞിട്ട് ഈ മഴ മാറാതെ ഈ വെള്ളം നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. മഴ തുടങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ. അപ്പോൾ പിന്നെ ഞാൻ ആ